Yo guys, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ആപ്പിളിൻ്റെ വാറണ്ടി എക്സ്റ്റൻഷൻ പ്ലാനുകളെ പറ്റിയാണ്. ആപ്പിളിൻ്റെ വാറണ്ടി എക്സ്റ്റൻഷൻ പ്ലാനുകളെ പറ്റി പറയുവാണെങ്കിൽ 3 തരത്തിലുള്ള വാറണ്ടി എക്സ്റ്റൻഷൻ പ്ലാനുകളുണ്ട്. അതായത് ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ, അതേപോലെ തന്നെ ആപ്പിൾ കെയർ പ്ലസ്, അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കെയർ പ്ലസ് വിത്ത് തെഫ്റ്റ് ആൻഡ് ലോസ്. അപ്പോൾ ഈ പറയുന്ന 3 തരത്തിലുള്ള അല്ലെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള കവറേജ് ആണ് അല്ലെ വാറണ്ടി പാക്കേജുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 3 പ്ലാനുകൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ അവൈലബിൾ ആണോ? സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതിൽ ഒറ്റ പ്ലാൻ മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലാൻ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക് പ്ലാൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ പ്രൈസ് എന്ന് പറയുന്നത് 4500 ആണ്. അത് ഏത് ഫോണായാലും, iPhone 7 ആയാലും 8 ആയാലും iPhone 10 ആയാലും 10R ആയാലും 10s ആയാലും ഈവൻ 11 ആയാലും ഈ സെയിം പ്രൈസ് തന്നെയാണ്. പ്രൈസിനകത്ത് യാതൊരു ചേഞ്ചും ഇല്ല. പക്ഷെ അതിനകത്തൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മളുടെ ഫോൺ, ഞാൻ പറഞ്ഞു നമുക്ക് 7 തൊട്ട് iPhone 7 മുതൽ നമുക്ക് മേളിലേക്കുള്ള എല്ലാ ഫോൺസും നമുക്ക് ഇതുപോലെ തന്നെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ വാറണ്ടി പീരീഡ്, അതായത് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ 1 ഇയർ വാറണ്ടി പീരീഡ് തീരുന്നതിന് മുമ്പ് വേണം പോയി ഇത് നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വാറണ്ടി നമുക്ക് വാലിഡ് ആകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് 2 വർഷം പഴക്കമോ 1.5 വർഷം പഴക്കമോ ഉള്ള ഫോണുകളാണെങ്കിൽ നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു വാറണ്ടി പീരീഡ്, അതായത് നമ്മൾ മേടിച്ച ഫോണിൻ്റെ വാറണ്ടി പീരീഡ് തീരുന്നതിന് മുമ്പ് വേണം ഈ ഒരു വാറണ്ടി എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ. തീരുന്നതിൻ്റെ ഒരു 1 അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് പോയി നമ്മൾ ഈ ഒരു വാറണ്ടി അപ്ഗ്രേഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ചെയ്യുന്ന വാറണ്ടി വാലിഡ് ആകത്തുള്ളൂ. ബാക്കി ഈ പറയുന്ന 2 പ്ലാനുകൾ, അതായത് ആപ്പിൾ കെയർ പ്ലസും അതേപോലെ തന്നെ ആപ്പിൾ കെയർ പ്ലസ് വിത്ത് തെഫ്റ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ 2 പ്ലാനുകളും, പക്ഷേ ഈ പറയുന്ന 2 പ്ലാന് ഏഷ്യയിൽ അവൈലബിൾ ആയിരുന്ന 2 കൺട്രീസ് എന്ന് പറയുന്നത് ഒന്ന് സൗദി അറേബ്യയും അതേപോലെ തന്നെ UAE-യുമാണ്. ബാക്കി യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഈ പ്ലാൻസ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ മാത്രം ഈ ഒരൊറ്റ പ്ലാനേ അവൈലബിൾ ആണുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് ഞാൻ പോയി എൻ്റെ iPhone 10s ഈ വാറണ്ടി അപ്ഗ്രേഡ് ചെയ്ത്. കാരണം ഒക്ടോബർ 29 എൻ്റെ വാറണ്ടി എക്സ്പയർ ആകുമായിരുന്നു. കാരണം ഇത് 1 വർഷമായിപ്പോൾ മേടിച്ചിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് പോയി വാറണ്ടി അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള ഐക്കാരിപ്പോയാണ്, അതായത് കഞ്ഞിക്കുഴിയിൽ നമ്മുടെ മരിയൻ്റെയും പള്ളിക്കുടത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റുള്ള ഐക്കാരിപ്പോയാണ് ഞാൻ വാറണ്ടി അപ്ഗ്രേഡ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. കാരണം വളരെ ക്വിക്കായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നതായിരിക്കും. സോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ വിതൗട്ട് എനി ഫർദർ യു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്തുള്ള ആപ്പിൾ കെയർ വിസിറ്റ് ചെയ്തു. ഞാൻ കരുതിയത് ഈ ഒരു വാറണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്ന സംഭവം എന്ന് പറയുമ്പോൾ കുറേ താമസം എടുക്കും, കുറേ പ്രൊസീജിയേഴ്സൊക്കെ കാണുന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റത്തെ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം. നമുക്ക് അവിടെ പോയി കഴിയുമ്പം അവിടെ ബേസിക് ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പർ, അതേപോലെ തന്നെ നമ്മുടെ മെയിൽ ID. ഇപ്പോൾ ഈ ഒരു 4500 ബില്ലും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം അല്ലെ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം അവരവരുടെ സെർവറിലേക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചെയ്ത് കഴിയുമ്പം എനിക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നു. സർവിഫൈ എന്ന് പറഞ്ഞൊരു മെയിൽ അഡ്രസ്സിൽ നിന്ന് എനിക്കൊരു ഇങ്ങനെ ഒരു കൺഫർമേഷൻ വന്നു. അതായത് ഡിയർ മിലൻ തോമസ്, താങ്ക് യു ഫോർ പർച്ചേസിങ് ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ പ്ലാൻ ഫോർ യുവർ ഐഫോൺ എന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു മെയിൽ വന്നു. ഇതാണ് ആദ്യം വന്ന മെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൽ ID-യിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് നെയിം, അതേപോലെ തന്നെ പർച്ചേസ് ഡേറ്റ് എന്നാണ് 2018 ഒക്ടോബർ 30 ആയിരുന്നു പർച്ചേസ് ചെയ്തത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ സെർവറിലുണ്ട് നമ്മൾ വാലിഡ് ആയിട്ടുള്ള നടത്തിയ പർച്ചേസ് ഡേറ്റ് എന്നാന്നുള്ളത് ആപ്പിളിൻ്റെ സെർവറിലുണ്ട്. അപ്പം എൻ്റെ iPhone 10s ഞാൻ USA നിന്നാണ് എടുത്തത്, അമേരിക്കയിൽ നിന്നാണ് എടുത്തത്. അതിൻ്റെ ഒക്ടോബർ 30 ആയിരുന്നു 2018 ഞാൻ പർച്ചേസ് ചെയ്തത്. അതിൻ്റെ വാലിഡ് പർച്ചേസ് ഡേറ്റ് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ എൻ്റെ മൊബൈൽ നമ്പരും അതിൻ്റെ കൂടെ തന്നെ ടോട്ടൽ പ്രൈസ്, ഈ ഒരു പ്ലാനിൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 4500 ആണ്. ഇത്രയൊക്കെ ഒരു അടങ്ങിയ ഒരു മെയിൽ നമുക്ക് ആദ്യം വരും. അതിന് ശേഷം എനിക്ക് വന്ന മെയിലാണ് ഈ ഒരു മെയിൽ. ഇത് ആപ്പിളിൽ നിന്ന് വന്നൊരു മെയിലാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡു നോട്ട് റിപ്ലൈ @apple.com എന്ന് തന്നെ ആ ഒരു മെയിൽ ഞാൻ വെരിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് രണ്ടാമതായിട്ട് വന്ന മെയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ പ്ലാനിൻ്റെ പ്രൂഫ് ഓഫ് കവറേജ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിനകത്ത് എൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് യുവർ ആപ്പിൾ കെയർ പ്രൂഫ് ഓഫ് കവറേജ് ഡോക്യുമെൻറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദിസ് ഇമെയിൽ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ആപ്പിൾ കെയർ പ്രൊട്ടക്ഷൻ പ്ലാൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ബില്ലും അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടൊരു മെയിലാണിത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും ബില്ലും ഏറ്റവും താഴെ PDF-നകത്ത് 2 PDF കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്.
അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം അതിനകത്ത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡേറ്റാസ് ഉള്ളതാണ്. കാരണം എൻ്റെ ഫോണിൻ്റെ സീരിയൽ നമ്പർ, അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രത്യേക നമ്പറുണ്ട്, ആ കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉള്ള ആ ഒരു PDF ആണത്. രണ്ടാമത്തെ PDF എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യ പസഫിക്കിലേക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ലൈസൻസും എഗ്രിമെൻറ്റ്സിൻ്റെ ഒരു വിശദീകരണം കാണിച്ചുകൊണ്ടുള്ള സംഭവമാണ്. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് വായിക്കാം, ആവശ്യമില്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം. ഇത് ഏകദേശം 6 പേജ് വരുന്ന ഒരു PDF ഫയലാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആപ്പിളിൻ്റെ സെർവറിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്, കാരണം അതിൻ്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ ആ ട്രേഡ് മാർക്കിങ്ങും കാര്യങ്ങളും നമ്പേഴ്സും എല്ലാം കൂടെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഈ 2 മെയിൽസാണ് നമുക്ക് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവരിൽ നിന്ന് ഒരു ബില്ല് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഞാൻ ആ ബില്ല് ഞാനിപ്പോൾ കാണിക്കാം നിങ്ങളെ. ഇതാണ് ആ ബില്ല്. അപ്പം ഇതാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ബില്ലെന്ന് പറയുന്നത്. അപ്പം ഇത് നോർമൽ ഒരു ബില്ല് എങ്ങനെ വരുന്നതെന്നുള്ളത് അറിയാം. നമ്മൾ ആകെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീരിയൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പറയും ഇതിൻ്റെ സീരിയൽ നമ്പർ നമ്മുടെ ഫോണിൻ്റെ സീരിയൽ നമ്പറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറയും. കാരണം ഇൻ കേസ് ഈ സീരിയൽ നമ്പറിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് അവരുടെ സെർവറിൽ നിന്ന് കളഞ്ഞിട്ട് അടുത്ത് നമ്മുടെ ശരിക്കുമുള്ള സീരിയൽ നമ്പർ കൊടുക്കണം. അതിനുവേണ്ടിയാണ് ക്രോസ് ചെക്ക് ചെയ്യാൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ റോങ് ആയിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം അതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പോരാം. ഇനി നമുക്ക് ബാക്കി 2 പ്ലാനുകളെ പറ്റി പറയാം. ലോകത്തിൻ്റെ ഏത് മൂലയിലിരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് അരിതിരിയിൽ നിന്ന് മേടിച്ച ഐഫോൺ ആണെങ്കിലും വേൾഡിൽ എവിടെ പോയാലും നമുക്ക് ഇൻ്റർനാഷണൽ വാറണ്ടിയാണ് ആപ്പിളിനുള്ളത്. അതിപ്പോൾ ഈ ഇരിക്കുന്ന മാക് ആയാലും ഈ ഐഫോൺ ആയാലും ഇവിടെ ഇരിക്കുന്ന ഐപാഡ് ആയാലും എല്ലാത്തിനും സെയിം കാര്യങ്ങൾ തന്നെയാണ്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്ന് മേടിച്ചാലും ഏത് മൂലയിൽ കൊണ്ടുപോയാലും അവിടെ ഒരു ആപ്പിളിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആപ്പിൾ കെയർ ബേസിക് പ്ലാനിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാളും 1 വർഷം നമ്മൾ ഫോൺ മേടിച്ച് ചെയ്യുമ്പം എങ്ങനെയാണോ നമുക്കൊരു ബേസിക് കവറേജ് ഉള്ള ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആപ്പിൾ കെയർ പ്ലസിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന് അല്ലെങ്കിൽ നമ്മളുടെ ഡിവൈസിന് ഉണ്ടാകുന്ന ആക്സിഡൻ്റൽ ഡാമേജ് അതും കൂടെ അവർ കവർ ചെയ്യും. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം നമ്മുടെ ഡിസ്പ്ലേ, ഈ ഒരു ഡിസ്പ്ലേക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു മിസ്റ്റേക്കും കൊണ്ട് അല്ലെങ്കിൽ ഒരു പിഴവും കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുവാണെങ്കിൽ ആപ്പിൾ ചാർജ് ചെയ്യുന്ന പൈസ എന്ന് പറയുന്നത് ഒരു നല്ല എമൗണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആപ്പിൾ കെയർ പ്ലസ് ആണ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നാ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്ക് നമ്മൾ എത്ര രൂപയാണ് മുടക്കുന്നത് അതിൻ്റെ പകുതി ഉള്ളൂ ഇതിൻ്റെ ഡിസ്പ്ലേ മാറാൻ നമുക്ക് ആവശ്യമുള്ളൂ. ആപ്പിൾ കെയർ പ്ലസ് എന്ന പ്ലാനിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ. ഇനി ആപ്പിൾ കെയർ പ്ലസ് പ്ലാൻ വിത്ത് തെഫ്റ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ആ പ്ലാനാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മൾ ആക്സിഡൻ്റലി നമ്മളെ ഫോൺ എവിടെയെങ്കിലും വെച്ച് നമ്മൾ മറന്നു പോവാം, പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവോ, ഈ 2 ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ 2 കേസിൽ നമ്മുടെ ഫോൺ നമുക്ക് റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഫോൺ മേടിക്കാൻ പറ്റും. പക്ഷേ അതിന് ക്രൈറ്റീരിയ ഉണ്ട്. അതിന് നമ്മൾ ഒരു പുതിയ ഫോൺ മേടിക്കുന്ന അത്രയും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം ആപ്പിൾ ഒരു സർട്ടൻ ചാർജ് ഓരോ ഫോണുകൾക്കും അല്ലെങ്കിൽ ഓരോ ഡിവൈസുകൾക്കും കൊടുക്കുന്നുണ്ട്. ആ ഒരു പൈസ ഏകദേശം ഒരു $200 അല്ലെങ്കിൽ $150 ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് പുതിയ ഫോൺ ലഭ്യമാകും. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല ഈ പറഞ്ഞ 2 പ്ലാനും. അതുകൊണ്ട് തന്നെ വെളിയിലുള്ളവർക്ക് ഇപ്പം ഗൾഫ് കൺട്രീസിലും അതല്ലെങ്കിൽ യൂറോപ്പ് അമേരിക്കയിലുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലാൻ കൊണ്ട് വളരെ നല്ല ഉപകാരമാണ്. പക്ഷേ ഈ ഒരു പ്ലാൻ അഫോർഡബിൾ ആകത്തില്ല. കാരണം ബേസിക് പ്ലാന് നമുക്കിവിടെ 4500 ആണ്. ഈ ആപ്പിൾ കെയർ പ്ലസ് പ്ലാന് നമുക്ക് വെളിയിൽ $199 ആണ്, അതായത് $200 ആണ് വെളിയിൽ ആപ്പിൾ കെയർ പ്ലസ് പ്രൊട്ടക്ഷൻ പ്ലാന്. ആപ്പിൾ കെയർ പ്ലസ് വിത്ത് തെഫ്റ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ പ്ലാന് $299 ആണ്, അതായത് $300 ആണ് വെളിയിലത്തെ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെ കയറി ഈ 2 ലിങ്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിലേക്ക് ഡിവൈസ് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്ക് സന്ദർശിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടണും നിങ്ങൾ മറക്കാതെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോസ് എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക്സ് എല്ലാത്തിനെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് നമ്മുടെ പേജ് വിസിറ്റ് ചെയ്യാനാണ്. So once again, this is me, Milan. Catch you guys in the next video. Till then, peace out.